1.5 മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി രാജ്യസഭയിൽ സമയമെടുത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് കോൺഗ്രസിനെ കണക്കിന് വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. അതിൽ ഈ കരാറുകളൊക്കെ ഇത് പെരിഫറലായിട്ട് പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ അദ്ദേഹം അതിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറയുമ്പോൾ ഞാൻ കരുതിയതുമില്ല. കാരണം രാജ്യസഭയിൽ ഒരു കരാറിന്റെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതുവരെ അങ്ങനെ വിശദീകരിച്ചിട്ടുമില്ല. കാരണം ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാറുകൾ സഭയിൽ വന്ന് ഒരു രാജ്യത്ത്, ഇന്ത്യയിൽ നിന്നല്ല, ഒരു രാജ്യത്തും സഭകളിൽ ചർച്ച ചെയ്യാറില്ല. പിന്നെ ഈ സഭയിൽ പറഞ്ഞില്ലെങ്കിൽ കൂടി കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വരും. അല്ല, കാര്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്തം ആർക്കാ? അത് വിദേശകാര്യ മന്ത്രാലയത്തിന് അതിന്റെ ഉത്തരവാദിത്തം. അതിന്നിപ്പോൾ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു, അദ്ദേഹം തന്നെ അതിൽ വ്യക്തത വരുത്തി. ഒരു 5 ദിവസം കാത്തിരുന്നാൽ നമ്മളെ പറയുന്ന പോലെ 2 രാജ്യങ്ങളിലെയും ആളുകൾ വന്ന് അതിലെ സംയുക്ത പ്രസ്താവന നടത്തും. ഈ നമ്മളിപ്പം എല്ലാ കരാറുകളും നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, സംയുക്ത പ്രസ്താവനകളിലൂടെയാണല്ലോ കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പം അവസാനമായിട്ട് നമ്മുടെ രാജ്യം ഒപ്പിട്ട്, ഇപ്പം ഈ ഇന്ത്യ US ട്രേഡ് ഡീലിന് തൊട്ട് മുൻപ് നമ്മുടെ രാജ്യം ഒപ്പിട്ട കരാറുകളുടെ മാതാവെന്ന് വിശേഷിപ്പിച്ച യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറാണ്. നമ്മുടെ രാജ്യം യൂറോപ്യൻ യൂണിയനിലേക്ക് നമ്മുടെ രാജ്യം തുറന്നു കൊടുക്കപ്പെടുകയാണ്. ആ കരാറിനടുത്ത സമയം എത്രയാണ്? 15 വർഷക്കാലം. 15 വർഷക്കാലം 20 വർഷത്തിനടുത്ത്. അതെ, പലവട്ടം തുടങ്ങി നിന്നു അല്ലെ. അപ്പം അത്രയും കാലം എടുത്ത് തുടങ്ങിയ ഒരു കരാറാണത്. ആ കരാറിന് ശേഷം, ആ ചർച്ചകൾക്ക് ശേഷം ആ ഒരു കരാറിലേക്ക് എത്തിപ്പെട്ടു. ആ കരാറിലേക്ക് എത്തിപ്പെട്ടിട്ട് അതിനെങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്? 2 രാജ്യങ്ങളുടെയും ഒപ്പിട്ട ആളുകൾ വന്ന് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എക്കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. ഇതുവരെയുള്ള കരാറുകളെല്ലാം ഒപ്പിട്ടപ്പോഴും അങ്ങനെ തന്നെ ഒരു സമീപനമാണ് ചെയ്തത്. അതായത് ഇപ്പം ഇന്ത്യ US ട്രേഡ് ഡീലിന് മാത്രം എന്തിനാണ് അതിന് മാത്രം ഇങ്ങനെ ഒരു വ്യക്തത ചോദിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഇനി 2 കാര്യങ്ങളിലാണല്ലോ, ഇപ്പം കാർഷിക മേഖല, അതേപോലെ തന്നെ മറ്റൊന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യം. ഇതിലാണല്ലോ ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പം EUവുമായിട്ട് നമ്മൾ ഒപ്പിട്ട കരാറിലും കാർഷിക മേഖല തുറന്നു കൊടുത്തിട്ടുണ്ട്, അഗ്രികൾച്ചർ സെക്ടർ തുറന്നു കൊടുത്തിട്ടുണ്ട്. 10% അഗ്രികൾച്ചർ സെക്ടർ തുറന്നു കൊടുത്തത്. ഈ ചർച്ചകൾക്ക് ശേഷം ഇവിടുത്തെ കർഷകരെ പരിഗണിച്ചുകൊണ്ട്, കാരണം ഇതൊരു കാർഷിക രാജ്യമാണെന്നും ഇവിടുത്തെ കർഷകർക്ക് ആശങ്കയുണ്ടെന്നുമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് 10% ഈ കരാറിൽ ഇന്ത്യ തുറന്നു കൊടുത്തത്. നമ്മൾ ഈ പറയുന്ന പോലെ US-ഉമായി ഇന്ത്യ ഒപ്പിട്ട കരാറിൻ്റെ ഈ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്നത്, ഇവിടെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോഴും ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ആർക്കും ലഭ്യമല്ല. ഇത് ഒരു കാർഷിക വിരുദ്ധമായി ഒരു നീക്കം മോദി സർക്കാർ നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടുത്തെ കർഷക പ്രക്ഷോഭത്തിൻ്റെ ചൂടറിഞ്ഞ ഒരു മുന്നണിയാണ് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷക വിരുദ്ധമായി എന്തെങ്കിലും ആ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. 5 ദിവസം വരെ വെയിറ്റ് ചെയ്യാം. ഒരു ജോയിന്റ് പ്രസ്താവന നടക്കുമല്ലോ, അതിന് ശേഷം തീരുമാനിക്കാം എന്താകും ഇതിലുള്ള കാര്യമെന്ന്.